ഏതായാലും ഗോവയിൽ വന്ന് നമുക്കൊന്ന് ബിയർ അടിച്ചാലോ, ഇവരെ കൊണ്ട് അടുപ്പിച്ചാലോ. ഇവിടെ വന്നിട്ട് സെലി എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയറും കാര്യങ്ങള്? എവിടെ നോക്കിയാലും ബീച്ചും പിന്നെ കൊറേ മദാമറ കണ്ടോ? ഹായ് ഗായ്സ്, നമ്മളിപ്പോ ഉള്ളത് ഗോവയിലെ കോൾവ ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന റിസോർട്ട് കാര്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഈ ബീച്ചിന്റെ അതേ ഭാഗത്ത് തന്നെയാണ്. ഇനി നമ്മൾ നേരെ ബീച്ചിലേക്കാണ്. നമ്മൾ ഉച്ചക്കാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് ബീച്ചിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗോവയിലുള്ള ഫുൾ എക്സ്പ്ലോറും വീഡിയോ ആണ്. അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നോക്കിയ ഗൈസ് 6 മണിയായി വൈകുന്നേരം. ഇപ്പോൾ ഫുള്ള് റഷാണ് കേട്ടോ. ഇവിടെ അങ്ങേ ഭാഗത്തെല്ലാം കാണുന്നത് ഫുള്ള് പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബീച്ചിൻ്റെ ഫുഡിങ് ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ബാക്കിൽ ഐ ലവ് ഗോവ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ എടുത്തിട്ട് വരാം. ഏതായാലും ഗോവയിൽ വന്ന് നമുക്കൊന്ന് ബിയർ അടിച്ചാലോ, ഇവരെ കൊണ്ട് അടുപ്പിച്ചാലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ബീച്ചിന്റെ പുറത്തെത്തിക്കഴിഞ്ഞോ കെൻടക്കി എന്തോ ഒരു ഇതിലുള്ള ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. അവിടെ സീ ഫുഡ്, ചൈനീസ് അങ്ങനെ എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ ബാറും ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാനുള്ള പരിപാടിയാണ്. ബിയർ അടിക്കാനല്ല, ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാണ്. ഇവരെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അപ്പൊ അകത്തേക്ക് നമ്മൾ പോയി നോക്കാണ്. ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സെക്ഷനാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടത് ബിയറിന്റെ സെക്ഷനാണ്. ഇതിപ്പോ വേറൊരു ഏരിയ ആണ്, സാധാരണ ഫുഡ്, ടീ അങ്ങനെ കയറുന്നത്. പിന്നെ അങ്ങോട്ട് കാണുന്നത് ഫിഷിന്റെ ഏരിയ. അങ്ങനെയെല്ലാം ആണ് ഇവിടെ കാണിക്കുന്നത്. രാത്രി 7 മണി ആയിട്ടുണ്ട്. നമ്മൾ 7 മണിക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസ് പോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സെലിയും സവാദും എല്ലാവരും ഇവിടെ ഉണ്ട്. സെലി ഏതാ ബാഗ് സെലക്ട് ചെയ്തേ? അടിപൊളി അല്ലേ? നോട്ടെ. ഗൈസ്, ഇപ്പൊ രാവിലെ 6 മണി ആയിട്ടുണ്ട്. നമ്മൾ സൺറൈസ് കാണാൻ വന്നിട്ടുള്ളത്. നോക്കിയാ ചന്ദ്രൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും ബീച്ചിലൂടെ നടക്കുകയാണ്. ഞാനും സവാദും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, അതായത് നോക്കിയാൽ ചന്ദ്രനെ അവിടെ കാണുന്നുണ്ട്. ചന്ദ്രൻ്റെ നേരെ താഴെ ഒരു നിഴല് പോലെ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു എത്രത്തോളം. ഇത് കണ്ട ചന്ദ്രൻ്റെ നേരെ ആ വെള്ളത്തിലേക്ക് അതിൻ്റെ റിഫ്ലക്ടർ അടിക്കുകയാണ്. നോക്കിയ വയസ്സ് രാവിലെ 6 മണി ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എത്രയോ ആൾക്കാർ. ഇവിടെ മാത്രമല്ല അങ്ങേ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ആ കാണുന്നിടത്തെല്ലാം ആൾക്കാരാണ്. ഗൈസ്, നമ്മൾ രാവിലെ പോയതായിരുന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നമ്മൾ തിരിച്ച് വരേണ്ട വന്നു. നമ്മളെ കൂടെയുള്ള ബാത്റൂം പോകാൻ മുട്ടിയിട്ട്. ഇപ്പോൾ രാവിലെ 9 മണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചായയും കുടിച്ചിട്ട് നേരെ വണ്ടി റെൻറ്റിന് വിട്ടോ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ റൂം ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ആംബിയൻസ് ആണ് നമ്മളുള്ളത്, നമ്മുടെ റൂമിൻ്റെ ആ ഭാഗത്തുള്ളത്. ഇതിനൊക്കെയാണ് താമസ സ്ഥലം എന്നുള്ളത്. ഇവിടെ നമുക്ക് വളരെ ചീപ്പ് റേറ്റിനാണ്, ചീപ്പല്ല അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് റൂം കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലേഡീസിന് സെപ്പറേറ്റ് റൂം എടുത്ത് നമ്മൾ ജെൻസ് 3 ആൾ ഇവിടെ റൂം എടുക്കുക, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് വന്നത്. ഈ ബീച്ചിലാണ് നമ്മൾ വന്നത്. നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ കോൾവ ബീച്ചിലാണ് ഇന്നലെ വന്നത്. കോൾവ ബീച്ചിന്റെ അടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ സ്പെഷ്യൽ ടീ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ. ഇവിടുത്തെ ടീ നല്ല രസമുണ്ട്. നല്ല ഇഞ്ചിയും ഏലക്കായിലിട്ടിട്ടുണ്ടെന്ന് അടിപൊളി ചായ. അപ്പോൾ അത് സ്പെഷ്യൽ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആണോ എന്നൊന്ന് നോക്കണം. വെയില് ഭയങ്കര വെയിലാട്ടോ. ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഭയങ്കര വെയിലാണ്. ഒരു 10 മണി ആയല്ലേ. അടിപൊളി ഡ്രസ്സാണല്ലേ ചെഞ്ചു. അപ്പൊ നമ്മള് സ്പെഷ്യൽ ടീ കുടിക്കാൻ വന്ന ഷോപ്പ് ഇതാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മഡ്ഗോൺ ബസ് സ്റ്റാൻഡിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടുന്ന് പിന്നെ ബാഗ ബീച്ചിലേക്കാണ് പോകുന്നത്.
നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാനാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ് ബസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ 3 ബസ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ബസ് ഇതാണ്. ഇതിൽ നമ്മൾക്ക് പഞ്ചിലേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ക്ഷീണം പിടിച്ചോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. 1 മണിക്കൂർ കൊണ്ട് എത്തിയില്ലേ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയത് പഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇവിടുന്ന് ഇനിയും പോകാനുണ്ട് ബാഗാ ബീച്ചിലേക്ക്. ഇപ്പം ഏകദേശം 1 മണി കഴിഞ്ഞിട്ട് 1:30 മണി ആകാനായിട്ടുണ്ട്. നമ്മളത് എല്ലാവരും ഫാമിലി അടക്കത ഇവിടെ നിന്നിട്ട് ഓരോ സംഭവം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെലി പാനിപ്പൂരി വേണം. എങ്ങനെയുണ്ട് സെലി പാനിപ്പൂരി? പാനിപ്പൂരി എങ്ങനെയുണ്ട്? ഫൈനലി നമ്മൾ ബാഗാ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ബീച്ചിലേക്കാണ് പോകാം. ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ഗോവയിലുള്ള ഐറ്റംസ് മാത്രം വെക്കുന്ന ഒരു ഏരിയ എത്തി. നമ്മളതിൻ്റെ അകത്തേക്ക് പോയി നോക്കുകയാണ്. നോക്ക് ഗൈസ്, നോക്കിയ ഏരിയ തന്നെ നോക്കിയ ഇതിൻ്റെ അകത്തേക്ക് കയറി എല്ലാത്തിനും വല്ല റേറ്റാ കേട്ടാ. 200 കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നത്. ഗൈസ് ഇതിന്റെ വില കേട്ടിട്ട് 2500 രൂപ. കാണുന്നല്ലേ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളാട്ടോ. ഇതെന്ത് സംഭവം? എന്താണ് സാധനം എന്നറിയില്ല. ഇതൊക്കെ കഴുത്തിലിടുന്ന സാധനമാണെന്ന് തോന്നുന്നത്. ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നത്. ഭയങ്കര വിലകളാണ് കേട്ടോ ഇതിന് ഓരോന്നിനും. ചിലത് സിൽവറെല്ലാം ആയതുകൊണ്ടായിരിക്കണം വില കൂടുതൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഗൈസ് കണ്ട ഗൈസ് ഇത് നോക്കിയാ കിടിലം പൗച്ച് ബാഗ് 250 രൂപ വരുന്നത് കേട്ടോ. അടിപൊളി ഭംഗിയുള്ള സാധനം. നോക്കിയ ശരി അണ്ടിപ്പരിപ്പെല്ലാം നോക്കിയാ കെട്ടി കണക്കിനായിട്ടുള്ളത്. നോക്കിയാ സംഭവം എങ്ങനെയാണെന്ന് അറിയാം. നോക്കിയ ഗൈസ് ഇതാണ് ഫിഷ് പാ എന്ന് പറയുന്ന സംഭവം. നമ്മൾ കാലിലിട്ടിട്ട് മീനിനെ കൊണ്ട് കൊത്തിപ്പിക്കുന്ന ഒരു സംഭവം കേട്ടോ. പക്ഷേ ഇതാണ് ഹുക്ക സ്റ്റോർ. കണ്ട സ്മോക്കർ സ്റ്റോർ എന്ന് പറയുന്ന സംഭവം. പല വെറൈറ്റി ഹുക്കകൾ ഇവിടെ കാണാൻ വെക്കും. സെയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഫൈനലി നമ്മൾ എത്തി ഗൈസ് ബാഗാ ബീച്ച്. ബാഗാ ബീച്ച് തന്നെയല്ലേ ഇത്? ബാഗാ ബീച്ചിന്റെ ഏരിയയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ വരുന്നത്. നോക്കൂ ഗൈസ്. ഓ ഒന്നും പറയണ്ട. ഇവിടെ വന്നിട്ട് സെലി എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയറും കാര്യങ്ങള്? എവിടെ നോക്കിയാലും ബീച്ചും പിന്നെ കുറെ എന്താ പറയാ മദാമ കണ്ടോ? ബാക്കിൽ 2 മദാമ. ഗൈസ് നോക്കിയാൽ സായിപ്പ് അവിടുന്ന് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ചൂണ്ടെല്ലാം എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. കിട്ടുമോ നോക്കാം. ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ സെലീനാനെ ഇവര് ഫോട്ടോഗ്രാഫറാക്കി മാറ്റി. സെലീന ഇവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഹായ് ഫോട്ടോഗ്രാഫർ. എത്രത്തോളം കേറണ്ടെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് പാട്ട് റിപ്പബ്ലിക്കിനായിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് ഫുള്ള് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ബീച്ചിൽ വരുന്നത്. ഫുൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ടാണുള്ളത്. പരമാവധി കോപ്പി റൈറ്റ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇവിടെ രാത്രി ആകുമ്പോഴാണ് കൂടുതൽ ആക്ടിവിറ്റീസ് കാണുന്നത്. തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ആ ഭാഗത്ത് നിന്ന് കുറെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്നാലും പാട്ടിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, അത്ര മാത്രം ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലികളാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയുണ്ട് സെലി? അത്രമാത്രം എനർജിയോടെ ഡാൻസ് പാട്ടെല്ലാം ഉള്ളിലുണ്ടായത്. ഫുള്ള് എനർജിയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് പിന്നെ പർച്ചേസിങ്ങിന്റെ ഏരിയയിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ കോൾവേയിലേക്ക് റിട്ടേൺ പോവാണ്. പർച്ചേസിങ് ഏരിയയിലേക്ക് നമുക്ക് പോയി നോക്കാം. കാണുന്നതൊക്കെ ഡാൻസ് കളിക്കാനുള്ള ബാറും കാര്യങ്ങളൊക്കെയാണ്. ബുക്കിങ്ങിലുണ്ട്. ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും കയറാത്തത്. ജസ്റ്റ് നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലൊക്കെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത്രയും എടുത്ത തിരക്ക് നോക്ക് ഗൈസ്. ബാക്കിലും അതുപോലെ ആ ഫ്രണ്ടിലും ഫുള്ള് തിരക്കാണ് ഗൈസ്. നമ്മൾ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ടൈപ്പ് അത് നമുക്ക് നേരത്തെ ചോദിച്ചാലും മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഹെയർ സ്റ്റിക്കാണ്. നമ്മുടെ മുടിയെല്ലാം ചുരുട്ടിക്കഴിഞ്ഞാൽ തലയിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് ഒരു ബാൻഡ് പോലെ ചെയ്യുന്ന സാധനം കേട്ടോ. അത് നമ്മളിപ്പോൾ വേറൊരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ബാഗും കാര്യങ്ങളൊക്കെ വെക്കുന്ന സെലിയല്ലേ ഇവിടുന്ന് ബാഗെല്ലാം നോക്കുന്നുണ്ട്. പല അടിപൊളി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഷെല്ലെല്ലാം വെച്ചിട്ടുള്ള ബാഗുകൾ. ഒരു നല്ല അറ്റ്മോസ്ഫിയറുള്ള ഏരിയ കേട്ടോ ഇത്. കേറിയൻ്റെ ഭാഗത്ത് ഒരു ചായയെല്ലാം കുടിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൊരു സംഭവം അടിപൊളി ആയിട്ടുണ്ട് സംഭവം. കേക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വെക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ തന്നെയാണ് അതുള്ളത്. ഏതാ ബൈക്കുകൾ നോക്കിയാ അടിപൊളി സംഭവം കേട്ടോ. കാണുന്നൊക്കെ മറ്റേ പോസിറ്റീവും എനർജി വരുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ തൂവലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ നമ്മളിത് ഇവിടെ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക സാധനം. നോക്കിയാ എന്ത് ഭംഗിയാ നോക്കിയാ തിരിയുമ്പോ. ഗൈസ് നമ്മൾ ഭൂരിഭാഗം ഭക്ഷണം കഴിച്ചത് നമ്മുടെ ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. എല്ലാം അടിപൊളി ഫുഡാണ്. കേരള ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ സീ ഫുഡ്, ഫഹാം, എല്ലാതരം ഫുഡ് ഉണ്ട്. അത് നമ്മുടെ കോൾവ ബീച്ചിന്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറന്റ് ആട്ടോ. ഒരു മലയാളി നമ്മളെ കണ്ണൂരുകാരനാണ് ഈ ഹോട്ടലിന്റെ ഓണർ എന്ന് പറയുന്നത്. ഗൈസ് നമ്മൾ കുറേ കാലമായി നീന്തിയിട്ടൊന്നും കളിക്കാത്തതുകൊണ്ട് ഇവിടെ നീന്താൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടാ. അപ്പോൾ ഞാനും സാധനം കൂടി നീന്തൽ മത്സരമാണ്. ഇതിൽ ആരാ ജയിക്കാന്ന് നമ്മളിപ്പോൾ നോക്കാൻ വന്നത്. 1 2 3 സ്റ്റാർട്ട്. ഞാൻ തോറ്റുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കളിച്ചിട്ട് വരാം ഗൈസ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കയറി നമ്മളിപ്പോ റൂമിലേക്ക് നടക്കുന്നത്. അവര് വന്നിട്ടില്ല, മക്കളും അവിടെ ഉണ്ട്. നല്ല രസമുണ്ട് അല്ലേ, നല്ല എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് പൂളിൽ നിന്നെല്ലാം കളിച്ചതിന് നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി എല്ലാവരും കുളിച്ച് മാറ്റി റെഡിയായി വരികയാണ്. ഏതാ ലത്തീഫ് ഖാനെ കണ്ടോ? ആയി പറയും. ഇവരും ഞാനും സവാദും അങ്ങനെ കൂടിയിട്ട് ഫാമിലി ആയിട്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ് ഇന്നലെ നമ്മൾ ഇവിടെ സ്പെഷ്യൽ ടീ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിട്ട് നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോയി. അപ്പൊ ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യൽ ടീ കുടിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ. സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ സാധാ ചായ കാണുന്നത്. കൊറേ ആയി സ്പെഷ്യൽ ചായ കുടിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് നിന്റെ സ്പെഷ്യൽ ചായ എടുത്തേ? തീരെ പോരാ. നമുക്ക് അല്ലാണ്ട് കിട്ടിയതെല്ലാം നല്ല സ്പെഷ്യൽ ചായ. ഇനി ഇത് മാത്രം നമ്മുടെ നാട്ടിലെ അത്രയും ടേസ്റ്റ് ഇല്ല. സത്യം പറഞ്ഞല്ല ഗൈസ്, സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി തരുന്ന ചായക്കാണ് സ്പെഷ്യൽ ചായ എന്ന് പറയുന്നത്. ഇവിടെ അല്ലെങ്കിൽ മറ്റേ കെറ്റിൽ കാണുന്നില്ല ബാക്കിൽ, ആ കെറ്റിലുള്ള ചായ ഡയറക്റ്റ് തരും. അത് സാധാ ചായ. ഈ അല്ലേ നമ്മളെല്ലാം നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്ന ചായ സ്പെഷ്യൽ ചായ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ വേറെന്തോ സ്പെഷ്യൽ ആണ്. ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ മർഗോ എന്ന് പറയുന്ന സ്ഥലം, മർഗോ അല്ലേ? മർഗോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഏതായാലും. അപ്പൊ ഗൈസ് നമ്മൾ ഗോവനോട് ഇതാ വിട പറയുകയാണ്. ബൈ ബൈ ഗോവ. എനിക്ക് കഴിച്ചു വരുന്നുണ്ടോ? ഇല്ല, സങ്കടമുണ്ട്, ചെറിയൊരു വിഷമം. പിന്നെ ഇന്നൊരു രാത്രി വരെ നമ്മൾ ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ട്രെയിൻ എത്ര മണിക്കാണ്? രാത്രി നമുക്ക് മണാലിയിൽ വെച്ച് കാണാം. ഗോവയിൽ കാശ്മീരോ മണാലിയോ
നമ്മൾ എൻജോയ് ചെയ്ത് വീഡിയോയിൽ എത്രത്തോളം വന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എൻജോയ് ചെയ്യുന്ന ആ ഒരു ടൈം വീഡിയോ എടുക്കാൻ ഭയങ്കര മറന്നു പോകുന്നു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മൾ മഡ്ഗോളിൽ എത്തിയിട്ട് ഏതായാലും കാണാം. അവിടുത്തെ മഡ്ഗോൾ കുറച്ച് കാണാനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും പോവാം. നമ്മളിപ്പം ബസ് തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇന്നലെ രാത്രി നമ്മൾ എന്തിനാന്ന് ഇന്നോവയിലാണ് അല്ലേ. അപ്പൊ നമ്മള് ബസ്സിന് കയറി ഗൈസ്. ഗൈസ് നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം എന്നിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പരതി ഗോവൻ്റെ ഈ ഭാഗത്തെത്തി. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഇനി ഇതിൻ്റെ ഫോട്ടോ ഇട്ട ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതും ഇതും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കും ഈ സ്ഥലം കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ കുറേ പരതിയിട്ടാണ് ഈ സ്ഥലം നമുക്ക് കിട്ടിയത് കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗോവയിലെ ഒരു ഫുട്പാത്ത് പോലത്തെ ഏരിയയിലേക്കാണ്. ഇവിടെ പല ഐറ്റംസും വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഗൈസ് നമ്മളിവിടെ വന്നൊരു പ്രത്യേക തരം അരി കണ്ട്. ഇതുവരെ നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഗൈസ് നമ്മൾ 5:30 മണിക്കാണ് ഇവിടുന്ന് ട്രെയിനിന് പോകേണ്ടത്. പക്ഷേ നമ്മളെ ട്രെയിന് ഇപ്പോൾ 9 മണിക്കൂർ, നിങ്ങൾ വിശ്വസിക്കാന്നറിയില്ല, 9 മണിക്കൂർ ലൈറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2:10 നമ്മളെ ട്രെയിന് വരുന്നത്. അപ്പോൾ അത്രയും ടൈമിൽ നമ്മളിവിടെ നിൽക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു സംഭവം കണ്ടു. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇത്രയും പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നേരെ ബാക്കിൽ കാണുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. വിചാരിച്ചു ഏതായാലും ഇത്രയും മണിക്കൂർ നമുക്കുണ്ടല്ലോ, ഇവരെ പർച്ചേസിങ് നമ്മൾ നടത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പർച്ചേസ് ചെയ്യുകയോ ചെയ്യില്ല എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പിലാണ് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാ സെയിൽ നടക്കുന്നത്. ഇത് ഒരു സ്റ്റേഷനിലും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. ഈ മഡ്ഗോവ അല്ലാണ്ട്, അത് ഗോവക്ക് അല്ലാണ്ട്. ഇവരെ ഇടുന്നതാ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഓരോ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് അതിൻ്റെ ചെറുതുണ്ട് നോക്കിയാ നല്ല രസമുണ്ട് അത്. ഇപ്പം നമ്മളില്ലേ ഗൈസ്, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ടാണുള്ളത്. സ്റ്റേഷൻ്റെ ഉൾഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് വന്നാൽ ഓരോ ഷോപ്പാണ്. ഓരോ ഷോപ്പിൻ്റെ അടുത്ത് ഓരോ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ മറ്റു വല്ലതും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്തെ ചെയറിൽ പോയിരിക്കണം. ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ചെയറിന് മാത്രമേ ഇവിടുത്തെ സാധനം വാങ്ങാൻ പറ്റൂ. പിന്നെ അപ്പുറത്ത് നമ്മൾ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ ചെയറിൽ പോയിരിക്കണം. അതാണ് ഇവിടുത്തെ റൂള്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ ചായ കുടിച്ചിട്ടാണുള്ളത്. ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് അവിടുത്തെ ചെയറിൽ പോയിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ മലയാളി ഫുഡാണ്. ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇപ്പോൾ രാത്രി 2 മണി, അന്നേരമാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. എല്ലാവരും ഇതാ കയറുകയാണ്. 9 മണിക്കൂറാണ് നമ്മളെ ട്രെയിൻ ഇവിടെ നിർത്തിയത്.